നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതസൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഭാഗമായി മഹാബലിയുടെ നാടായ തൃക്കാക്കരയിൽ റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. റെഡ് സ്റ്റാർ തൃക്കാക്കരയുടെ 12ാമത് മതസൗഹാർദ്ദ സദസ്സും നോമ്പുതുറയുമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഈ ഇഫ്താർ വിരുന്നും ഈ പരിപാടിയും കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, മുകളിലേക്ക് ചൂണ്ടിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പ്രാർത്ഥനയാണ് ഏറ്റവും വലുതെന്ന്. അത് കേൾക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗ്യം. ആ ഉമ്മയോട് നമ്മൾ എന്തോ പഠിപ്പിക്കാനാണ്. സത്യം പറയും, ഈ നാട്ടിലെ ഗ്രാമീണർക്ക് യശസ് പോലും ആഗ്രഹമില്ലാത്ത നല്ല മനുഷ്യരുണ്ട്. ചിലർക്ക് സമ്പത്തിൽ താല്പര്യം, ചിലർക്ക് പേരിൽ താല്പര്യം, ചിലർക്ക് സ്ഥാനത്തിൽ താല്പര്യം. പേരും സമ്പത്തും ഒന്നും വേണ്ടാത്ത കുറെ നല്ല ജനങ്ങൾ ബഹുഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് ഈ നാടിനെ ദൈവം നിലനിർത്തിയിരിക്കുന്നത്. ആ ഉമ്മയെ പോലെ, യഥാർത്ഥ നല്ല അമ്മമാരെ പോലെ, നല്ല മമ്മിമാരെ പോലെ, നല്ല അച്ഛന്മാരെ പോലെ, നല്ല ബാപ്പമാരെ പോലെ, നല്ല ഫാദർമാരെ പോലെ എല്ലാവരും മനുഷ്യരാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കാൻ ദൈവമേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ റെഡ് സ്റ്റാർ ഇവിടെ നടത്തിയ ഈ സംഭവം ഒരു ആത്മീയ സംഭവമാണ്. മതാത്മക സംഭവമല്ല, ആത്മീയ സംഭവമാണ്. ആത്മീയത മനുഷ്യനെ വിശുദ്ധനാക്കും. ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന, അതായത് കുരിശു വരയ്ക്കുന്ന കുര്യാക്കോസും നിസ്കരിക്കുന്ന നിസ്സാറും സ്വാമിയെ അയ്യപ്പ എന്ന് വിളിക്കുന്ന സ്വാമിനാഥനും തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒരു നല്ലൊരു സന്ദേശം, സ്നേഹത്തിന്റെ തേൻ പോലെയുള്ള സന്ദേശമാണ് ഈ കമ്പിവേലിക്കകത്ത് ഞങ്ങൾ നൽകുന്നത്. ഇവിടെ നമ്മുടെ രക്ഷാധികാരി സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളും മേൽത്തട്ടിലുള്ള ജനങ്ങളും എന്ന വേർതിരിവില്ലാതെ ജാതിയുടെയും മതത്തിൻ്റെയും യാതൊരു വേലിക്കെട്ടുമില്ലാതെ 12 വർഷക്കാലം മതസൗഹാർദ്ദ ഇഫ്താർ വിരുന്ന് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ക്ലബിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ. കമ്പിവേലിക്കകത്ത് വർഷങ്ങളായിട്ട് നടത്തുന്ന റെഡ് സ്റ്റാർ ക്ലബിൻ്റെ ഈ ഇഫ്താർ വിരുന്ന് നമ്മൾക്കറിയാം, ഇപ്പോൾ ജാതിഭേദമന്യേ എല്ലാവരും രാജ്യത്ത് പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കമ്പിവേലിക്കകത്ത് ഇത്രയും നല്ലൊരു മതസൗഹാർദ്ദ ഇഫ്താർ വിരുന്നും അതുപോലെ തന്നെ വിഷു വന്നാലും ഓണം വന്നാലും എല്ലാവരും ഒത്തൊരുമയോടുകൂടി പല പരിപാടികളും ഇവിടെ റെഡ് സ്റ്റാർ ക്ലബ്ബ് നടത്തുന്നുണ്ട്. ഈ ഒരു സന്ദേശം ലോകത്തെ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയും ഇത്രയും നല്ല പ്രവർത്തനം ചെയ്ത റെഡ് സ്റ്റാർ ക്ലബിന് ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാർ അവരുടെ സഹകരണത്തിൻ്റെ ഫലമായാണ് ഇങ്ങനെ നടക്കുന്നത്. നമ്മുടെ ഈ ലോകത്ത് മതതീവ്രതകൾ താണ്ഡവമാടുന്ന ഈ കാലത്ത് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തന്നെ പരസ്പരം സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഊട്ടിയുറപ്പിക്കൽ തന്നെയാണ്. ഇതുപോലെയുള്ള ഇഫ്താർ വിരുന്നുകൾ 12 വർഷക്കാലമായി റെഡ് സ്റ്റാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തി വരുന്നുണ്ട്. ഇഫ്താർ വിരുന്ന് മാത്രമല്ല, ഓണാഘോഷ പരിപാടികൾ, അതുപോലെ തന്നെ ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് ട്രീ മുതലായ പരിപാടികൾ, അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിഷു ആഘോഷിക്കാറുണ്ട്. അതുപോലെ എല്ലാ ഫെസ്റ്റിവലും, നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഫെസ്റ്റിവലുകളും ഇവിടെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെയാണ് ഇന്നുവരെ ആഘോഷിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസത്തിൽ പറയാൻ കഴിയും, ഒരു മതതീവ്രവാദിക്ക് പോലും ഞങ്ങളുടെ ഈ കോട്ടയ്ക്കകത്ത് കയറി ഒരു വിള്ളലുണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെ 100% ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ വിശന്ന് കഴിഞ്ഞിട്ട് ആ നോയമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിനും ആത്മാവിനും ഒക്കെ കരുത്തു കൂട്ടുന്ന സംഗതികളാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയും ഇവിടെ ശബരിമല അയ്യപ്പന്മാരും മറ്റു മതങ്ങളിലെല്ലാം ഈ വ്രതവും ഒക്കെ ഉണ്ട്. കാരണം വ്രതമില്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിൽ വ്രണം പിടിക്കും. ആ വ്രണം മാറി വ്രതശുദ്ധിയോടുകൂടി ദൈവത്തിൽ എത്തണം. ആഹാരത്തിന്റെ രുചി മനുഷ്യൻ അറിയണം. ആഹാരത്തിന്റെ രുചി അറിയണം, വിശക്കണം. വിശന്നവനെ ആഹാരത്തിന്റെ രുചി അറിയൂ. ആഹാരത്തിന് ഹിന്ദുത്വമില്ല, ഇസ്ലാമികതയില്ല, ക്രിസ്ത്യാനിറ്റി ഇല്ല. അവിടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാക്യം വീണ്ടും ആവർത്തിക്കുകയാണ്, വിശക്കുന്നതിന് മുമ്പിൽ ദൈവം അപ്പമായി അവതരിക്കും. അപ്പത്തിന് ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും വ്യത്യസ്തങ്ങളായ മതത്തിലുള്ളവരും വ്യത്യസ്ത ഭാഷകളിലുള്ളവരും, തമിഴരും ബംഗാളികളും യുപിയും ബീഹാറും മഹാരാഷ്ട്രയിലും ഉള്ളവരും കർണാടകത്തിലുള്ളവരും എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി പ്രദേശമാണ്. ഇവിടെ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ടാണ് റെഡ് സ്റ്റാർ തൃക്കാക്കര മുന്നോട്ട് പോകുന്നത്. ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം വിളിച്ചറിയിക്കുകയാണ് കഴിഞ്ഞ 12 വർഷക്കാലമായി. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. റെഡ് സ്റ്റാർ ക്ലബ്ബ് പോലെ കേരളമെമ്പാടും ക്ലബ്ബുകൾ ഉണ്ടാകട്ടെ. മൊബൈൽ ഫോണിന്റെയും ഈ ടി വിയുടെയൊക്കെ അതിപ്രസരത്തിൽ നിന്ന് മനുഷ്യൻ ഒരു നിമിഷം മനുഷ്യത്വത്തിലേക്ക്
ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാബലിയുടെ നാടാണ് തൃക്കാക്കര. വെറുതെ അല്ല ഈ ഒരു സൗഹാർദ്ദം ഉണ്ടാകുന്നത്, മഹാബലിയുടെ നാടാണ്. ആ മഹാബലിയുടെ വിശാല ഹൃദയത്വം നമ്മളെല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഇവിടെ ആഹാരം കഴിക്കാനും എല്ലാ മതങ്ങളെ സ്നേഹിക്കാനും പരസ്പരം കെട്ടിപ്പിടിക്കാൻ പോലും കഴിയുന്നത്. അതുകൊണ്ട് ആ ഉമ്മ പറഞ്ഞ വാക്ക് പ്രാർത്ഥന പോലെയായിരുന്നു, ഞാൻ പ്രാർത്ഥനയിലായിരുന്നു എന്ന് പറഞ്ഞ ഉമ്മയെ പോലെ ആകട്ടെ എന്ന് നമ്മുടെ മനസ്സൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്രയേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയും അവരെ ഒരുമിച്ച് കൂട്ടി ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ ഓരോ ആൾക്കാരെയും ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഈ വിജയത്തിൽ ഈ നാട്ടുകാരുടെ മുഴുവൻ സഹകരണമുണ്ട്. ജാതിമതഭേദമന്യേ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ക്ലബിൻ്റെ പരിപാടി ഇഫ്താർ വിരുന്ന് കൂടെ സംഘടിപ്പിച്ചത്. നല്ല നല്ല പരിപാടികൾ എല്ലാ കാലങ്ങളിലും ഇവിടെ നടത്തിപ്പോവുകയും മറ്റുള്ള മദ്യം, മയക്കമരുന്ന് മുതലായവയ്ക്കെതിരെയും ഇന്ന് ഈ കാലത്ത് യുവാക്കൾ നശിഞ്ഞു പോകുന്ന പല രീതിയിലുള്ള ഡ്രഗ്സും മറ്റു മയക്കമരുന്നുകളെല്ലാം ഉപയോഗിക്കുന്ന യുവാക്കളെ പോലും ഇവിടെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെതിരെ പോരാടുകയുമാണ് ഇവിടെയുള്ള ഈ യുവാക്കളുടെ കൂട്ടായ്മ ചെയ്യുന്നത്. അതുപോലെ ജനനന്മയ്ക്ക് വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും എല്ലാ കാലത്തും നടത്തിവരുന്ന റെഡ് സ്റ്റാറിനും ഇവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരായ കൂട്ടായ്മയ്ക്കും മറ്റുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ എല്ലാവിധ ആശംസകളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരാൾക്ക് അസുഖം വന്നാൽ, കല്യാണം അല്ലെങ്കിൽ മരണം, ഇതിനെല്ലാം റെഡ് സ്റ്റാർ തൃക്കാക്കര സജീവമായി രംഗത്തുണ്ട് എന്നുള്ളതാണ്. വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ നാടിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം സമാധാനപരമായി മനുഷ്യന് ജീവിക്കുവാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് റെഡ് സ്റ്റാർ തൃക്കാക്കര മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇഫ്താറിൽ ഞാനും പങ്കെടുക്കുകയാണ്. നമുക്ക് കാണാം ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ആളുകളുണ്ട്. 5:30 തുടങ്ങിയതാണ്. അപ്പം ഒരുപാട് ആളുകൾ, വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത ആളുകളൊക്കെ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. ഏതായാലും ഞാനും ഇരുന്ന് ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ കൂടെ മറ്റൊരാളോട് ചേരുന്നുണ്ട്. CPM-ന്റെ തൃക്കാക്കര ഏരിയ സെക്രട്ടറി ശ്രീ ഉദയകുമാർ, അദ്ദേഹം നമ്മുടെ കൂടെ ചേരുകയാണ്. എങ്ങനെയുണ്ട്? ഏതോ എല്ലായിടത്തും പ്രത്യേകിച്ച് ഇലക്ഷൻ പ്രചാരണമൊക്കെയാണ്, എല്ലാ സ്ഥലത്തും ഓടിയെത്തേണ്ടതുണ്ട്. നല്ല പി രാജീവ് കാക്കനോട് വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം വളരെ ടൈറ്റാണ്. പക്ഷേ ഈ ഒരു സമയത്തും ഈ ഇഫ്താർ വിരുന്നിൽ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു പ്രദേശം, ഒരു കോളനിയാണ്, ഇങ്ങനെയൊരു പ്രദേശം, ഈ റെഡ് സ്റ്റാർ ഇങ്ങനെയൊരു 12ാമത്തെ വർഷമാണ് ഇങ്ങനെയൊരു പരിപാടി പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത്രയും തിരക്കിനിടക്കും താങ്കളും ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. എന്ത് പറയുന്നതിനെ കുറിച്ച്? ഞാൻ ഇവിടുത്തെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നത് ഏരിയ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മുതൽ ഈ റെഡ് സ്റ്റാറിന്റെ ഇഫ്താർ വിരുന്നിൽ എപ്പോഴൊക്കെ ഉണ്ടെങ്കിലും നജീബും ഷിഹാബും ഒക്കെ എന്നെ വിളിച്ച് വരുത്താറുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരും ഒരുമിച്ച് ചേർന്ന് വളരെ നമ്മുടെ ഒരുപക്ഷെ ഇന്നത്തെ ഈ വർത്തമാനകാലത്ത് മറ്റ് പ്രദേശങ്ങൾക്ക് ഒരു മാതൃകയായിരിക്കും, കേരളത്തിൽ തന്നെ ഒരു മാതൃകയായിരിക്കും. ഇവിടെയുള്ള മുഴുവൻ നിവാസികളും ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ മതങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും വളരെ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. ബഹുഭൂരിപക്ഷം പേരും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ സാധാരണക്കാരാണ്. അപ്പൊ സാധാരണക്കാരായ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ, എല്ലാ ആഘോഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നവരൊക്കെയാണ്. അത് തന്നെയാണ് മതനിരപേക്ഷതയുടെ ഒരു പ്രയോഗവൽക്കരണം. തീർച്ചയായിട്ടും നമ്മൾ പുസ്തകത്തിൽ വായിച്ചൊന്നും ഒരു പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവരുടെ ജീവിതത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളിലും നൊമ്പരങ്ങളിലും ഒക്കെ അവർ മനുഷ്യത്വം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അല്ല, ഈ മനുഷ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ താങ്കളുടെ ഒരു പ്രസംഗം ഞാനൊരു വേദിയിൽ കേട്ടു. SNDPയുടെ ഒരു പ്രോഗ്രാമിൽ അങ്ങേറ്റം ആ മതത്തെക്കുറിച്ചും മറ്റുള്ള മതങ്ങളെക്കുറിച്ചും സ്നേഹിക്കുന്നതിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും വളരെ ഉന്നയിച്ചിട്ട് അതിനെക്കുറിച്ച് താങ്കൾ വളരെ നല്ല രീതിയിൽ വീക്ഷിക്കുന്ന ഒരാളാണെന്നുള്ള എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെയുള്ള പ്രദേശത്തുള്ള പരിപാടികൾ ഒഴിവാക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിന്നിപ്പോൾ എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ യോഗത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാലും ഇവിടെ എത്തുക എന്നുള്ളൊരു പ്രധാന ഇവരുടെ ഒരു സ്നേഹവും, അതെ തീർച്ചയായിട്ടും അത് ഇന്നത്തെ കാലത്ത് പരസ്പരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. തൊട്ടടുത്ത അയൽവക്കത്തെ പോലും തിരിച്ചറിയാതെ കഴിഞ്ഞിരിക്കുന്ന മനുഷ്യർക്ക് ഒരു മാതൃകയാണ് ഈ കൂട്ടായ്മ, ഇങ്ങനെയുള്ള കൂട്ടായ്മ. ഇവിടെ ഒരു ആൾക്ക് ഒരു അസുഖം ഉണ്ടായി, അതില് ഏസ്റ്ററില് ചികിത്സക്കായിരുന്നു. ഇവരെല്ലാവരും കൂടി വരുന്ന ഒട്ടേറെ ചേർന്നുകൊണ്ട് നടത്തിയ ആ ഒരു ശ്രമകരമായ ഒരു 12 ലക്ഷം രൂപ അവർ കളക്ട് ചെയ്ത് കൊടുത്തു. ഈ പാവപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ശരി. അപ്പൊ അതെല്ലാം വളരെ മാതൃകയാണ് ഞാൻ പറയുന്നത്. അതിലൊരു ഹിന്ദു ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതാണ് ഞാനത് പറയാൻ, ജാതി പറയാൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യത്വത്തിന് പിന്നിൽ മതമൊന്നും ഒരു പ്രശ്നമല്ല. അതെ അതെ. അപ്പൊ ഞാനൊന്ന് ചോദിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ ഈ ഒരു പ്രദേശം കാക്കനാട് തൃക്കാക്കര നഗരസഭ എന്ന് പറയുമ്പോൾ തൃക്കാക്കര മഹാബലിയുടെ നാടാണ്.
അവിടെയാണ്. അപ്പൊ ഈ പ്രദേശം എന്ന് പറയുമ്പോൾ തീർച്ചയായും മറ്റുള്ള സ്ഥലങ്ങൾക്ക് ഒരു മാതൃകയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതെ അല്ലേ? പിന്നെ മാതൃകയാണെന്നല്ല, ഇത് പകർത്തണമെന്നാണ്. ശരി, അത്രത്തോളം നല്ലൊരു കൂട്ടായ്മയാണ് അത്. ഞാനിവിടെ വന്നപ്പോ ഇപ്പോ 5:30 തുടങ്ങിയ ഈ ഒരു ഭക്ഷണം പരിപാടി തുടങ്ങിയിട്ട് 5:30 തുടങ്ങി. പക്ഷെ ഈ ഒരു സമയമായിട്ടും തീർന്നിട്ടില്ല, ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത്. വൈകിട്ട് ആരും വീട്ടിലൊന്നും വെച്ചിട്ടുണ്ട്, എല്ലാവരും മുഴുവൻ ആൾക്കാരും ഇവിടെ ഉണ്ടാവും. ഏതായാലും ഇങ്ങനെയുള്ള മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ തീർച്ചയായും സംഘടിപ്പിക്കണം. അതിന് ദേവകുമാർ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്കെല്ലാം ഒരു മാതൃക തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രദേശം. അപ്പം ഇത് തുടരട്ടെ. നമ്മുടെ മുന്നിൽ കാണാൻ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ, പ്രായമായ ആൾക്ക് ഉൾപ്പെടെ, അതുകൂടാതെ ആ വേദിയിൽ പിടിച്ച് കയറ്റുന്ന പ്രായമായ ആളുകളൊക്കെ, അവർക്ക് നടക്കാൻ പറ്റാത്ത ആളുകൾ വരെ ഇവിടെ വന്നു ഈ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഒരു മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ഇഫ്താർ വിരുന്ന്. ഏതായാലും ഇത്രയും രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ നടക്കുന്നു. ഈ ഒരു സമയത്ത് വളരെ തിരക്കേറിയ ഒരാളാണ് ദേവകുമാർ. അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇവരോടൊപ്പം കൈകോർത്തു എന്നുള്ളതാണ്. ഏതായാലും ഇത് വീണ്ടും തുടരുക. പ്രത്യേകിച്ച് ഇത് 12ാമത്തെ വർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.